ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിസ്കാരം നിലനിർത്തുന്ന ആളുകളിൽ എന്നെ പെടുത്തണേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. ഈ ഉമ്മത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താകുന്നു നിസ്കാരം. അസ്സലാത്തു മിറാജുൽ മുഅ്മിൻ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മിറാജിന്റെ പിറ്റേ ദിവസമാകുന്നു. മിറാജിന്റെ പിറ്റേ ദിവസമാണ് പറഞ്ഞത്. മിറാജ് എന്ന് പറഞ്ഞത് ആകാശത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഈ ആകാശത്തേക്കുള്ള യാത്രക്കൊരു പ്രത്യേകത ഉണ്ട് എന്നാണ്. ഈ നബി തങ്ങൾ ഇങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങളിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ വഴിയിൽ ഓരോ നബിമാരെങ്ങനെ കണ്ടു. ഈ പിന്നെ മുകളിലേക്കുള്ള യാത്രയും താഴേക്കുള്ള യാത്രയും ഒരുപോലെയാണ് എന്നാണ്. താഴേക്ക് ഇങ്ങനെ പോണതും മുകളിലേക്ക് പോകുന്നതും. ഒരാളിങ്ങനെ ഉയരുന്നതിനനുസരിച്ച് അവന് വിനയം കൂടും, താഴുന്നതിനനുസരിച്ചും വിനയം കൂടുമെന്നാണ്. ലോകത്തെ ഏറ്റവും വിനയമുള്ള ആൾ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാര്യം? അത്രയും ഉയരത്തിലേക്ക് പോയി എന്നുള്ളതാണ് കാരണം. ബൈത്തുൽ മാമൂർ കഴിഞ്ഞ് സിദ്റത്തുൽ മുൻതഹ എന്ന അതിർത്തിയിലെ എലന്തമരവും കഴിഞ്ഞ് ബഹ്റുന്നൂർ എന്ന പേരായ പ്രകാശത്തിൻ്റെ താഴ്വരയും വിട്ടുകടന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പോലും പോകാത്ത സ്ഥലത്തേക്ക് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്തു. ഉയരത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് വിനയം കൂടും എന്ന പോലെ താഴ്ചയിലേക്ക് പോകുന്നതിനനുസരിച്ചും വിനയം കൂടും. ഖിയാമിലാണ് ഒരു മനുഷ്യന് ഏറ്റവും വിനയം ഉണ്ടാകുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാകുന്നു. അവ്വലു മൻ ഖാലഹാ സയ്യിദുനാ ഇബ്രാഹിം. അല്ലാഹു അക്ബർ എന്നാദ്യമായി പറഞ്ഞ ആള് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അഫ്ളലു ഇബാദാത്തിൽ ബത്തുകളിൽ ഏറ്റവും അഫ്ളലായത് നിസ്കാരാണ്. എന്നാൽ അഫ്ളല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ അല്ലേ? എൻ്റെ വയത് ഇങ്ങനെ തന്നെയാണ്. ഇനി കുറച്ച് നീട്ടിയിട്ട് ഇങ്ങനെ പറയുന്നൊന്നും വിചാരിക്കണ്ട. ദേശം ഒച്ച കുറച്ചുകൂടി കഴിയുമ്പോൾ കൂടുവയ്ക്കാരം എന്നൊന്നും കരുതണ്ട. ഈ ഒച്ച തന്നെ ഉണ്ടാവുള്ളൂ, ഈ നീളലേ ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ അയാൾ പോയിട്ട് നിർത്താൻ സമയമാകുമ്പോൾ നിർത്തുക ചെയ്യാം. നിർത്താൻ എത്രയും സമയം അത് എനിക്ക് മാത്രമേ അറിയാം. എപ്പോഴാണ് നിർത്തുക അതിപ്പോൾ എനിക്ക് തൽക്കാലം അറിയുള്ളൂ. എപ്പോഴാണ് നിർത്തുക എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ട്. ഇന്ന സമയത്ത് നിർത്തുക എന്ന്. അപ്പം നിർത്തും. അപ്പം നിങ്ങളോടും അറിയില്ല. എന്തായാലും ഒരു 12 മണിയുടെ മുമ്പായിട്ട് ഒരു ദുആയൊക്കെ കഴിഞ്ഞ് നിർത്തും നമ്മൾ ഇൻഷാ അല്ലാഹ്. പിന്നെ പെണ്ണുങ്ങൾക്കൊക്കെ വാങ്ങി കൊടുക്കുമ്പോഴത്തേന് പെരേക്കെത്താനും ആണുങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങാനുള്ള സമയം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ. അഫ്ളലു ഇബാദാത്തിൽ ബദനി അസ്സലാത്തു ആണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ളലായത് നിസ്കാരമാണ്. അതിൻ്റെ അവിടേക്ക് എത്തുന്ന വേറൊരു ഇബാദത്തും ഇസ്ലാമിലില്ല. എന്നാൽ അഫ്ളല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്റിൽ ഏറ്റവും അഫ്ളലായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് വേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല വേണ്ടത്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ളലായത് നിസ്കാരം, ദിക്റുകളിൽ ഏറ്റവും അഫ്ളലായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ശരിക്കും വേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. പിന്നെ എന്താ അല്ലാഹു അക്ബർ എന്നായത്? അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടുള്ള തുടർച്ചയാണ്. നമ്മളെ മിക്കവാറും ഇബാദത്തുകളിലൊക്കെ ഇബ്രാഹിം നബിൻ്റെ ഒരു ടച്ച് ഉണ്ടാവും. ഹജ്ജ് എടുത്താൽ മുഴുവൻ ഇബ്രാഹിം നബിൻ്റെയും കുടുംബത്തിൻ്റെയും കഥയാണ്. ഹജ്ജ് എടുത്താൽ മിക്കവാറും ഇബാദത്തുകളിലൊക്കെ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും കുടുംബത്തിൻ്റെയും കഥയാണ്. ചെറിയൊരുനാളും ഇബ്രാഹിം നബിയാണ്, വലിയൊരുനാളും ഇബ്രാഹിം നബിയാണ്, ഉദ്ഹിയ്യത്തും ഇബ്രാഹിം നബിയാണ്, ദാനധർമ്മങ്ങളും ഇബ്രാഹിം നബിയാണ് അലൈഹിസ്സലാം, പള്ളി ഉണ്ടാക്കലും ഇബ്രാഹിം നബിയാണ്. ഇന്ന അവ്വല ബൈത്തിൻ ഉളിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. അല്ലാഹുവിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ആദ്യത്തെ വീട് പരിശുദ്ധമായ കഅബയാകുന്നു. ആദ്യത്തെ പള്ളി ഇബ്രാഹിം നബിയാണ്. അപ്പോൾ എല്ലാ വിഷയത്തിലും ഒരു ഇബ്രാഹിം നബിയുടെ ടച്ച് കാണും. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ഈ ലോകത്ത് വന്ന മനുഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച പ്രവാചകനാണ്. ഏറ്റവും കൂടുതൽ ഇടങ്ങേറ് സഹിച്ച ആളാണ് സയ്യിദുനാ ഇബ്രാഹിം.
ആ ഇബ്രാഹിം നബിനെയാണ് ഒരേ ആകാശത്ത് കാണുന്നത്. എല്ലാ അമ്പിയാക്കൾക്കും ഒരേ മനസ്സല്ല, വ്യത്യാസം ഉണ്ടാവും. 950 കൊല്ലം ദീന് പറഞ്ഞു നൂഹ് നബി അലൈഹിസ്സലാം. എന്നിട്ട് 100-ൽ താഴെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഭയങ്കര ടെൻഷനായപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം തോരന്ന് പടച്ചോനെ, കാഫിരീങ്ങളിൽ നിന്ന് ഒറ്റെണ്ണത്തിനെയും ദുനിയാവിൽ ബാക്കിയാക്കരുതേ. റബ്ബിലാ തദറലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. അല്ലാഹു തആല ദുആ കബൂലാക്കി. ജലപ്രളയമുണ്ടായി. ഒരാകാശത്ത് നൂഹ് നബിയാണുള്ളത്. അതൊരു മനസ്സ് തന്നെയാണ്. 950 കൊല്ലം പറഞ്ഞിട്ടുള്ളത് വരുന്നത്. നമ്മൾക്ക് അങ്ങനെയല്ല. രാവിലെ പറഞ്ഞ് വൈകുന്നേരം കേൾക്കുമ്പോൾ അതിന് കുട്ടികളൊന്നും നേരാവൂല, അങ്ങനെയാണ്. നമ്മളെ അല്ല, ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, അപ്പോൾ കുട്ടികൾ കേട്ടില്ല. അപ്പം നമ്മൾ എന്ത് പറയും? ഇപ്പോഴത്തെ കുട്ടികളെ ഒന്നും നേരാവൂല. ഈ ളുഹ്ർ നിസ്കാരം ആകുമ്പോൾ പള്ളിക്കത്തെ ഹൗദിൽ വെള്ളം അടിച്ചാൽ തികയാത്തത് വയസ്സന്മാർ നിസ്കരിച്ചിട്ടല്ല, അത് കുട്ടികൾ നിസ്കരിച്ചിട്ടാണ്. അതെന്താ മനസ്സിലാക്കാത്തത്? മുമ്പ് ബക്കറ്റ് കൊണ്ട് കോരിപ്പാരല്ല ഇതൊക്കെ ചെയ്തിരുന്നത്. എന്നിട്ട് വെള്ളം ബാക്കിയല്ലായിരുന്നു, വയസ്സന്മാർ നിസ്കരിച്ചായിട്ടിരുന്നത്. ഇപ്പം അങ്ങാടിയത്തെ പള്ളിയിലൊക്കെ ഒന്ന് പോയി നോക്കാണ്, ളുഹ്ർക്കും അസർക്കും വെള്ളം അടിച്ചാൽ തികയില്ല. എന്താ കാര്യം? കുട്ടികൾ നിസ്കരിച്ചിട്ട്. എന്നിട്ട് ഓല് നേരാവില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ എങ്ങനെ നടക്കാം? ഓല് നേരാവും. ഓല് നേരാകാത്ത കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ ട്രൗസർ ഇട്ടുങ്ങാണ്ട് നടക്കും. അതിപ്പോൾ വാപ്പാരം മുമ്പ് തന്നെയല്ലേ പോകുന്നത്, അല്ലാതെ ഓല അങ്ങാടിക്ക് ഇറങ്ങിയിട്ട് അങ്ങാടി നിന്ന് ഇട്ടതല്ലല്ലോ. ഓല വാപ്പാൻ്റെ മുമ്പ് തന്നെയല്ലേ ആ ട്രൗസർ ഇട്ടുങ്ങാണ്ട് പോകുന്നത്. അപ്പോൾ ഒന്ന് പറഞ്ഞൂടെ ചെറുക്ക, അതിൻ്റെ മേലൊരു തുണിയും കൂടി എടുത്തുങ്ങാണ്ട് പെയ്ക്കോന്ന് വാപ്പാക്കൊന്ന് പറയാലോ. അതിന് ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയാം നിങ്ങൾ? ശരിക്കും ഈ വാപ്പ ചീത്ത പറയുന്നുള്ളതൊരു അഭിമാനമാണല്ലോ. 11:30 മണിയായി, പെരേക്ക് അണഞ്ഞില്ലെങ്കിൽ എൻ്റെ വാപ്പ ചീത്ത പറയുന്ന ഒരാൾ പറയണത് ടെൻഷനിലല്ല, അത് വലിയൊരു അഭിമാനത്തിലാണ് പറയാ. പക്ഷെ ചീത്ത വരാൻ പറ്റിയ വാപ്പ എവിടെയുള്ളത്? വാപ്പ 12:30 വരുള്ളൂ എന്ന്. പിന്നെ എങ്ങനെ 11:30 വരുന്ന ചെറുക്കനെ പറയാൻ പറ്റുക? വാപ്പ ഒന്ന് നേരത്തെ പെരേക്കൊണ്ട് വരണ്ടേ, നല്ല പറയാൻ പറ്റുള്ളൂ. ചീത്ത പറയാൻ യോഗ്യതയുള്ള വാപ്പാരില്ലാതായതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. അപ്പോൾ കുട്ടികളെ നമ്മൾ പറയാൻ എന്താ വെച്ചാൽ, കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല. ഓല് നിസ്കരിച്ചാൻ പറഞ്ഞാൽ നിസ്കരിച്ചു, നോൽമ്പ് വിൽക്കാൻ പറഞ്ഞാൽ. മുമ്പൊക്കെ നോമ്പിറക്കാൻ പോകുമ്പോൾ നോമ്പ് തുറ സൽക്കാരം ഉണ്ടാവും. ഇപ്പം പെരക്കാർ മാത്രമാണ് പോയാലും. മുമ്പ് അങ്ങനെയല്ല. പുതിയാപ്പിള സൽക്കാരത്തിന് പോകുമ്പോൾ ചങ്ങായിമാരൊക്കെ കൊണ്ടുപോവുക. ചങ്ങായിമാരെ കൊണ്ടായാലും നോൽമ്പില്ലാത്ത കുറേ എണ്ണയിലുണ്ടാവും. ഇന്ന് ചെറുപ്പക്കാരെ നോക്കി നോൽമ്പില്ലാത്ത ഒറ്റൊന്നും ഉണ്ടാവില്ല. നോമ്പ് ഇറന്നിട്ട് പിന്നെ ഒരു മാങ്ങന്നാൻ പോവുക, വേറെ കാര്യം. തറാവീനൊന്നും പോവില്ല. പിന്നെ എന്ത് ചെയ്യുന്നാൻ പോവാം? മാങ്ങ അല്ലെങ്കിൽ സോഡ പിടിച്ചാൻ പോവുക. അതൊക്കെയാണ് പുതിയ പരിപാടികൾ. അതിനത്രയും തിന്നണ്ട വെച്ചാൽ പറയൂ. സോഡ പിടിച്ചാൽ മാത്രമൊക്കെ ഒരു പാകത്തിന് തിന്നാൽ എപ്പോഴേലും ഒന്ന് പൂതിക്ക് കുടിച്ചതിനെ പറ്റിയിട്ടല്ല ഈ വർത്താനം കേട്ടോ. പൂതിയുള്ള സാധനമൊക്കെ നമ്മൾ കുടിക്കണം, മോശമാക്കാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ അതൊന്നല്ല സംഗതി. അവിടെ ഒന്നല്ല പ്രശ്നം. എന്താ? അവരുടെ ഭാഷയിൽ സംസാരിക്കാനോ അവർക്ക് മനസ്സിലാവുന്ന കോലത്തിൽ പറയാനോ നമുക്ക് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. അതാണ് പ്രശ്നം. അപ്പം എന്തേ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെക്കന്മാരൊക്കെ കുട്ടികളൊക്കെ കേടന്നിട്ടൊന്നുമില്ല. ട്രൗസറിട്ട് പോയത് വാപ്പാൻ്റെ മുന്നിൽ നിന്നാണ് ഇറങ്ങിയത്. പിന്നെ ഇപ്പം എന്തേ കുഴപ്പമെന്ന് ചോദിച്ചാൽ, മുടി വെട്ടിയത് കോലം കെട്ടുങ്ങാണ്ടായി. അതും വാപ്പ കണ്ട തന്നെയാണല്ലോ. വാപ്പ കാണുമ്പോൾ വാപ്പാക്കൊന്ന് പറഞ്ഞൂടെ, മോനെ ഇങ്ങനെയല്ല വെട്ടേണ്ടത്, നല്ലൊരു കോലത്തിൽ വെട്ട്. വെട്ടുകയാണെങ്കിൽ വെട്ടുന്ന കോലത്തിൽ വെട്ട്, വളർത്തുകയാണെങ്കിൽ വളർത്തുന്ന കോലത്തിൽ വളർത്തണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികവും മുടി വളർത്തുകയായിരുന്നു, കളയുകയും ചെയ്തിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സ്ഥിരമായി മുടി കളയുന്ന ആളായിരുന്നു. അപ്പോൾ എല്ലാറ്റിനും മാതൃകയുണ്ട്. അപ്പോൾ വളർത്തുകയാണെങ്കിൽ വളർത്തുന്ന കോലത്തിൽ വളർത്തണം, വെട്ടുകയാണെങ്കിൽ വെട്ടുന്ന കോലത്തിൽ വെട്ടണം. ക്രോപ്പ് വെക്കുക എന്നുള്ള സംസ്കാരം നബിതങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു പുതിയ സംഭവമല്ല. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ അതുണ്ടായിട്ടുണ്ട്. നബിതങ്ങളുടെ ഹദറത്തിലേക്ക് ക്രോപ്പ് വെച്ചുകൊണ്ട് ഒരാൾ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ആക്ഷേപിക്കുകയും ചെയ്തതായി താരീഖിൽ കാണാം. അപ്പം എന്താ ഞാൻ പറഞ്ഞു വെച്ചാൽ, കുട്ടികൾ നന്നാവാത്ത കുഴപ്പമൊന്നുമല്ല എന്ന്, നമ്മൾ നന്നാക്കാൻ തയ്യാറാവണം എന്നതാണ്. ഒരിക്കലും കുട്ടികളെ ആക്ഷേപിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. അവരാണ് നാളെയുടെ വലിയ ആൾക്കാർ, വലുതായി വരേണ്ടവർ. നിസ്കരിച്ചാൽ പോരാ, നിസ്കാരം നിലനിർത്തണം. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാ.
ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരും നിസ്കാരം നിലനിർത്തുന്നവരും. നിസ്കരിക്കുക എന്നതല്ല, നിസ്കാരം നിലനിർത്തുക എന്നതാണ്. നിസ്കരിച്ചാൽ പോരാ, നിസ്കാരം നിലനിൽക്കണം. നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? മക്കളും കൂടി നിസ്കരിക്കണം, അപ്പോഴേ നിലനിൽക്കുള്ളൂ. നിസ്കരിച്ചാൽ പോരാ, നിസ്കാരം നിലനിൽക്കണം. നിസ്കാരം നിലനിൽക്കണമെങ്കിൽ മക്കളും കൂടി നിസ്കരിക്കണം. ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൗഭാഗ്യമാണ് 5 നേരത്തെ നിസ്കാരം. ഓരോ നിസ്കാരവും ആ 2 നിസ്കാരങ്ങൾക്കിടയിലുള്ള എല്ലാ ദോഷങ്ങളെയും പൊറുപ്പിക്കും. ഇന്നസ്സലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നിസ്കാരം ഫഹ്ശാ മുൻകറിനെ തൊട്ട് തടയുന്നതാണ്. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നിസ്കാരം ഫഹ്ശാ മുൻകറിനെ തൊട്ട് തടയും. ഫഹ്ശാ മുൻകർ പറഞ്ഞാൽ മോശപ്പെട്ട കാര്യവും തെറ്റും. നിസ്കരിക്കുന്ന ആൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. കാരണം എന്താ വെച്ചാൽ ഒരാൾക്ക് നിസ്കാരമുണ്ടെങ്കിൽ ബാക്കി കാര്യത്തെ നിസ്കാരം നോക്കും. ഇന്ന സ്വലാത്ത, തീർച്ചയായും നിസ്കാരം, തൻഹ അത് തടയുന്നു, അനിൽ ഫഹ്ശാഇ ഫഹ്ശാഇനെ തൊട്ടും വൽ മുങ്കരി മുങ്കറിനെ തൊട്ടും. അപ്പം നിസ്കാരം തന്നെ ഒരുപാട് വേണ്ടാവൃത്തികളിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തും. അപ്പോൾ ഒരാളിൽ നിസ്കാരം ഉണ്ടാക്കിയാൽ മതി, ബാക്കി നിസ്കാരം നോക്കിക്കോളും എന്നർത്ഥം. ഒരു മനുഷ്യനെ നന്നാക്കാൻ എല്ലാ കാര്യമൊന്നും നമ്മൾ നോക്കണ്ട. പിന്നെന്തേ? ഓൻ്റെ നിസ്കാരം ക്ലിയർ ആക്കിയാൽ ബാക്കി ആര് ക്ലിയർ ആയിക്കോളും? നിസ്കാരം ക്ലിയർ ആക്കിക്കോളും ബാക്കി കാര്യങ്ങൾ. അതുകൊണ്ട് മക്കളുടെ, കുട്ടികളുടെ, യുവാക്കളുടെ, ചെറുപ്പക്കാരുടെ, സഹോദരങ്ങളുടെ, സഹോദരിമാരുടെ, ആൺകുട്ടികളുടെ, പെൺകുട്ടികളുടെ നിസ്കാരം ക്ലിയറാക്കണം. വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരു രീതിയും കൂടി ജീവിതത്തിൽ ഉണ്ടായാലേ പള്ളിക്ക് കയറാൻ നേരം കിട്ടിയില്ലെങ്കിൽ ഇഷ നിസ്കരിച്ചുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഇഷ വേണ്ട തീരുമാനിക്കും. കാരണം വീട്ടിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ള ശീലം ഉണ്ടാവണം. എപ്പോഴും വീട്ടിൽ നിന്ന് നിസ്കരിക്കുക എന്നല്ല ഈ പറഞ്ഞത്. വീട്ടിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ളൊരു ശീലം ഉണ്ടെങ്കിൽ മാത്രമേ പള്ളിയിൽ കയറാൻ നേരം കിട്ടിയില്ലെങ്കിൽ പെരേന്ന് നിസ്കരിക്കുള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിപ്പിച്ചിട്ട് കുട്ടികളെ ശീലിപ്പിക്കണം. പള്ളിയിലേക്ക് പറഞ്ഞയക്കുകയും വേണം, അതോടൊപ്പം വീട്ടിൽ നിന്ന് നിസ്കരിപ്പിച്ച് ശീലിക്കുകയും വേണം. വരുന്ന തലമുറയിൽ നിസ്കാരം നിലനിൽക്കണം. അതിന് നമ്മൾ നിസ്കരിച്ചാൽ പോരാ, മക്കളും കൂടി നിസ്കരിക്കണം. അപ്പോൾ അമ്പിയാക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർത്തി ഓരോ ആകാശത്തും. അത് ഓരോ അമ്പിയാക്കളുടെ മാനസിക നില അനുസരിച്ചാണ്. 950 കൊല്ലം ദീന് പറഞ്ഞ് നൂഹ് നബി അലൈഹിസ്സലാം ടെൻഷനായി, ദോരന്നു. മൂപ്പര് ഒരാകാശത്താണ്. അതിൻ്റെ മേലെ ആകാശത്ത് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം വേറൊരു ആകാശത്താണ്. 7 ആകാശത്ത് 7 നബിമാരെ നിർത്തിയത്. 7 മാനസിക നില അനുസരിച്ചാണത്. ഇബ്രാഹിം നബി എന്തുണ്ടായിച്ചാൽ നമ്രൂദ് രാജാവ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീയിലിടാൻ വേണ്ടി കൊണ്ടുപോയി. എന്തായാലും കാര്യം ഉറപ്പാണ്. അവിടെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. തീയിൽ കളിച്ചിരിക്കുകയെന്നോ തീയിൽ ഭക്ഷണം കഴിച്ചിരിക്കുക, അങ്ങനത്തെ ഒരു ഓപ്ഷനൊന്നും നിലവിലില്ല. സംഭവിച്ചത് അങ്ങനെയാണെങ്കിൽ പോലും അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്നിട്ട് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ഇബ്രാഹിം നബിനോട് ചോദിച്ചു, നിങ്ങൾക്ക് അള്ളാഹിനോട് അവസാനമായിട്ട് എന്തേലും പറയാണ്ടോ എന്ന് ചോദിച്ചു. കൊല്ലാൻ കൊണ്ടുപോകല്ലേ, അവസാനമായിട്ട് വല്ലതും അന്ത്യാഭിലാഷം വല്ലതും പറയാണ്ടോ എന്ന് ചോദിച്ചു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അതിൽ പറഞ്ഞു, എനിക്ക് എൻ്റെ റബ്ബിനോടൊന്നും പറയാനില്ല, എനിക്കെന്താണ് ആവശ്യമുള്ളതെന്ന് എന്നേക്കാൾ അറിയുന്നവനാണ് എൻ്റെ റബ്ബ്. അതുകൊണ്ട് ഞാൻ ദ്വാരക്കൂലാറുണ്ട്. ഞാനിതിൽ മരിക്കാണോ വേണ്ടതെന്ന് എനിക്കറിയില്ലല്ലോ, പക്ഷെ അള്ളാഹ്ക്കറിയാം. ഞാനിതിൽ നിന്ന് സലാമത്താകുക വേണ്ടതെന്ന് എനിക്കറിയില്ലല്ലോ, അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് ഓനോട് എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല, ഞാൻ ദ്വാരക്കൂലാറുന്നു. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം മൂപ്പര് വേറൊരു ആകാശത്താണ്. ഞാൻ അതിൻ്റെ മേലെ വേറൊരാളുണ്ട്, ബഹുമാനപ്പെട്ട സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാം. ശരീരമാസകലം വേദന, തൊട്ട വേദനവും, തൊടാൻ പറ്റാത്ത അവസ്ഥ. ഈത്തപ്പന മരത്തിൻ്റെ താഴ്ഭാഗത്ത് ഒരു ചെറിയ കിടങ്ങുണ്ടാക്കിയിട്ട് ഇലകൾ കത്തിച്ച് വെണ്ണൂറുണ്ടാക്കിയിട്ട് ആ വെണ്ണൂർ അതിൽ നിറച്ചിട്ട് റഹ്മത്ത് ബീവി എന്ന ഭാര്യ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ കടത്തി. ബെഡ്, വേദന ഇല്ലാതിരിക്കാൻ ബെഡ് ഉണ്ടാക്കിയിട്ട് കടത്തി. ഇല കത്തിച്ച് വെണ്ണൂറുണ്ടാക്കിയിട്ട് കടത്തി.
ഒരു ദിവസം റഹ്മത്ത് ബീവി ഭർത്താവിനോട് ചോദിച്ചു, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ അള്ളാഹിൻ്റെ നബിയല്ലേ എന്ന് ചോദിച്ചു. ആ, ഞാൻ അള്ളാഹിൻ്റെ നബിയാണ് പറഞ്ഞു. നിങ്ങൾ തോരുന്ന അള്ളാഹ് കേൾക്കൂല ചോദിച്ചു. ആ, കേൾക്കുമെന്ന് പറഞ്ഞു. ഈ ദണ്ണൊന്ന് മാറാൻ നിങ്ങൾക്ക് തോരുന്നോടെ ചോദിച്ചു. അതിൽ ചോദിച്ചു, നമ്മൾക്ക് എത്ര കാലം സുഖം ഉണ്ടായിട്ടുണ്ട് ചോദിച്ചു. റഹ്മത്ത് ബീവി പറഞ്ഞു, ഒരു 80 കൊല്ലം നമ്മൾ സുഖത്തിൽ കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞു. വർഷം 80 റഹ്മത്തെ സുഖിച്ചില്ലേ, അത് മുഴുവനും ഐശ്വര്യമായി കഴിഞ്ഞില്ലേ, ക്ലേശം അതുപോൽ 80 മിണ്ടുന്നതും ഒരു ചന്തമല്ലതുബൈനനാ. സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാം. അപ്പോൾ ഓരോ ആളുകളുടെയും മാനസിക നില അനുസരിച്ചാണ് ഓരോ ആകാശത്തേക്ക് നിർത്തിയത്. മുകളിലേക്ക് കയറും തോറും വിനയത്തിലേക്ക് പോകും. വിനയത്തിൻ്റെ അങ്ങേ അറ്റത്താണ് ലിഖാ, അള്ളാഹുവിനെ കാണൽ. താഴത്തേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. നൃത്തം, അല്ലാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാണ്. ആര് പറഞ്ഞതാണ്? സയ്യിദുനാ ഇബ്രാഹിം. അവ്വലു മൻ ഖാലഹ സയ്യിദുനാ ഇബ്രാഹിം. ആദ്യമായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അതാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് പറഞ്ഞാൽ പറയണവനാരായി? ഏറ്റവും ചെറുതായി. അള്ളാഹ് എത്ര വലുതാന്ന് പറഞ്ഞാലോ എത്രേ വലുത് എന്ന് പറഞ്ഞു വെച്ചാൽ അതിനനുസരിച്ച് പറയണവും ചെറുതാവും. അങ്ങനെയല്ലോ. നിങ്ങൾ വലിയ ആളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും ചെറുതാണെന്നാണ്. നിങ്ങൾ വലിയ വലിയ ആളാണെന്ന് പറഞ്ഞാലോ ഞാൻ ചെറിയ ആളാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹു അക്ബർ എത്രത്തോളം വലുതാവുന്നുവോ അത്രത്തോളം ഇവൻ ചെറുതായി. പിന്നെ വീണ്ടും താഴ്ചയിലേക്കാണ് റുക്കൂഅ്, വീണ്ടും താഴ്ചയിലേക്കാണ് സുജൂദ്. നിസ്കാരത്തിൽ 7 കർമ്മങ്ങളാണ്. മിഅ്റാജിന് 7 ആകാശങ്ങളാണ്. നിസ്കാരത്തിൽ 7 കർമ്മങ്ങളാണ്. 1 നൃത്തം, 2 റുക്കൂഅ്, 3 ഇഅ്തിദാൽ, 1-ാമത്തെ സുജൂദ് ഇടയിലെ ഇരുത്തം, 2-ാമത്തെ സുജൂദ് അത്തഹിയ്യാത്ത്. 7 കർമ്മങ്ങളാണ്. വിനയത്തിൽ നിന്ന് വിനയത്തിലേക്കുള്ള യാത്ര. സുജൂദാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിനയം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിസ്കാരത്തിലെ പ്രധാനപ്പെട്ട അമലും അതാണ്. അതുകൊണ്ടാണ് പള്ളിക്ക് മസ്ജിദ് എന്ന് പേരിട്ടത്. സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ് മസ്ജിദിൻ്റെ അർത്ഥം. പള്ളിക്ക് നമ്മൾ പേരിട്ടത് റുക്കൂ ചെയ്യുന്ന സ്ഥലം എന്നല്ല, മർക്കഴ് എന്നല്ല, മഖാം എന്നല്ല, മജ്ലിസ് എന്നല്ല. പിന്നെന്താ പേര്? മസ്ജിദ്, സുജൂദ് ചെയ്യുന്ന സ്ഥലം. നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സുജൂദാണ്. ഇലാഹായ അള്ളാഹുവിനോടൊരു മനുഷ്യൻ ഏറ്റവും അടുക്കുന്നതും സുജൂദിലാണ്. 7 ആകാശം കഴുത്തിലേക്ക് എത്തിയ പ്രതീതിയായി സുജൂദിലെത്തുമ്പോൾ അപ്പോൾ മലക്കുകൾ വന്ന് അവനെ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുമ്പോൾ അവൻ അത്തഹിയ്യാത്തിലേക്കിരിക്കും. അത്തഹിയ്യാത്തിലേക്ക് ഇരിക്കുമ്പോൾ പറയാനുള്ള വാക്ക് നബിതങ്ങൾ അള്ളാനെ കണ്ടപ്പോൾ പറഞ്ഞ അതേ വാക്കാണ്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. അതാണ് മുസ്തഫ നബിതങ്ങൾ മിഅ്റാജിന്റെ രാത്രി അള്ളാഹുവിനെ കണ്ടപ്പോൾ പറഞ്ഞ വാക്ക്. ആ വാക്കാണ് അത്തഹിയ്യാത്തിൽ പറയാനുള്ളത്. അപ്പോഴേക്കും അവൻ്റെ മാനസിക നില 7 ആകാശങ്ങളുടെ അപ്പുറത്തേക്ക് വിനയത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് എത്തിയിരിക്കണം. ഓനെ നിസ്കരിക്കാൻ കഴിയുള്ളൂ, അല്ലാത്തതിന് കഴിയൂല. ഈമാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം വിനയമാണ്. ലഖദ് റഫഅൽ ഇസ്ലാമു സൽമാന ഫാരിസി വഖദ് വാള ശിർകുൽ ഹസീബ അബാ ജഹലി. സൽമാനുൽ ഫാരിസി എന്ന ആളെ ഇസ്ലാം വളരെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തി. എന്നാൽ അബൂജാഹിലിനെ ഷിർക്ക് താഴ്ത്തിക്കളഞ്ഞു. സൽമാനുൽ ഫാരിസിയെ ഉയർത്തിയത് അദ്ദേഹത്തിൻ്റെ വിനയമായിരുന്നു. അപ്പം അതുകൊണ്ട് വിനയത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോകുമ്പോഴാണ് അള്ളാഹുവിലേക്ക് അത്രയും അടുപ്പുണ്ടാകുക. തിൽക്കദ്ദാറുൽ ആഖിറത്തു നജാലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദാ വൽആഖിബത്തു ലിൽ മുത്തഖീൻ. തിൽക്കദ്ദാറുൽ ആഖിറ. കുട്ടികളെ, എടാ ബാക്കിലെ വരിയിലിരിക്കുന്ന കുട്ടികളെ, നിങ്ങൾ വർത്താനല്ലല്ലോ പറയണത്, ദിക്റല്ലേ കാരോ അല്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ
അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. ഒരു മനുഷ്യൻ ഏറ്റവും വിനയത്തിലേക്ക് എത്തുന്നത് സുജൂദ് ചെയ്യുമ്പോഴാണ്. അപ്പം മുകളിലേക്ക് കയറുമ്പോഴും അങ്ങനെയാണ്, താഴത്തേക്ക് പോകുമ്പോഴും അങ്ങനെയാണ്. മിറാജിൻ്റെ അതേ അവസ്ഥ അതാണ് യഥാർത്ഥത്തിൽ മുഅ്മിനായ മനുഷ്യൻ നിസ്കാരത്തിൽ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സലാത്തു മിറാജുൽ മുഅ്മിൻ, നിസ്കാരം എന്നത് മുഅ്മിനിൻ്റെ മിറാജാണ്. അതുകൊണ്ടാണ് നമ്മളെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും പേടിയുണ്ടായത് നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണ്. അതുകൊണ്ടാണ് വഫാത്താകുന്ന സമയത്ത് ആയിഷ ബീവി ഇങ്ങനെ ചെവി വെച്ച് നോക്കുമ്പോൾ ഉമ്മത്തി അസ്സലാ, എൻ്റെ ഉമ്മത്തെ നിങ്ങൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ നിസ്കരിക്കുന്ന സമയത്താണ് കുത്തുന്നത്, കൊല ചെയ്യാൻ വേണ്ടിയിട്ട്. നിസ്കരിക്കാൻ വേണ്ടി വന്ന് ഒന്നാമത്തെ സഫിൽ സുബഹിക്ക് അല്ലെങ്കിൽ അസർക്ക്, സുബഹി നിസ്കാരത്തിന് വന്ന് അവ്വൽ സഫിൽ വന്ന് നിന്ന ആള്, അയാളാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിഷത്തിൽ ഊട്ടിയ വാൾ കൊണ്ട് കുത്തുന്നത്. നിസ്കാരത്തിൽ മഹാനവറുകൾ ബോധരഹിതനായി വീണു. സഹാബത്ത് നിസ്കാരം പൂർത്തിയാക്കി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി പരിപാലിച്ചു. കുറേ കഴിഞ്ഞ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ആദ്യം ചോദിച്ചു, സഹാബത്തെ നമ്മൾ നിസ്കരിച്ചു തരുന്നല്ലോ, നിങ്ങളതെന്തേ കാട്ടി, അത് മുഴുവനാക്കിയില്ലേ എന്ന് ചോദിച്ചു. ബോധം തിരിച്ചിട്ടപ്പോൾ ആദ്യം എൻ്റെ മൂത്തോൻ വന്നിക്കണോന്നല്ല ചോദിച്ചത്, പിന്നെന്തേ ചോദിച്ചത്, നമ്മൾ നിസ്കരിച്ചതിൻ്റെ ഇടയിലാണല്ലോ എനിക്ക് കുത്ത് കിട്ടിയത്, നിങ്ങൾ ആ നിസ്കാരം എന്തേ കാട്ടിയത്, അതാണ് മുഴുവനാക്കിയില്ലേ എന്ന് ചോദിച്ചു. സ്വഹാബത്ത് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഞങ്ങൾ ആ നിസ്കാരം മുഴുവനാക്കി എന്ന് പറഞ്ഞു. പക്ഷേ മറുപടി കേൾക്കുന്നതിന് മുമ്പ് വീണ്ടും ബോധരഹിതനായി. വയറിനാണ് കുത്തുണ്ടായിരുന്നത്. രണ്ടാമത് വീണ്ടും ബോധം പോയി. വീണ്ടും ബോധം തെളിഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടാമതും ചോദിച്ചു, ഉമ്മത്തെ സഹാബത്തെ നിങ്ങളാ നിസ്കാരം എന്താക്കിയത്, അത് നിങ്ങൾ മുഴുവനാക്കിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും സഹാബത്ത് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഞങ്ങളത് മുഴുവനാക്കി എന്ന് പറഞ്ഞു. പക്ഷെ രണ്ടാം പ്രാവശ്യവും മറുപടി കേൾക്കുന്നതിന് മുമ്പ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ബോധം വീണ്ടും നഷ്ടപ്പെട്ടു. 3 പ്രാവശ്യം ബോധം തെളിഞ്ഞു. 3 പ്രാവശ്യവും മഹാനവറുകൾ ചോദിച്ചത് ഇത് തന്നെയായിരുന്നു, നിങ്ങളാ നിസ്കാരം എന്തേ കാട്ടിയത് എന്നാണ്. എന്തുകൊണ്ട് കഴിച്ചാലും നിസ്കാരം കൊണ്ട് കഴിച്ചാൽ പറ്റൂല. അതന്നെ കാഫിറിൻ്റെയും മുഅ്മിനിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കരിക്കുന്നുണ്ടോ അല്ലേ എന്നതാണ്. നിസ്കരിച്ചാൽ പോരാ, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അശ്രദ്ധവാന്മാരായ നിസ്കാരക്കാർക്ക് സാഹൂൻ, അവരാണ് സാഹൂൻ എന്ന നിസ്കാരക്കാർ. ഫവൈലുൽ ലിൽ മുസല്ലീൻ, അവർക്ക് വൈൽ ഉണ്ട്. ആർക്കാണ് നിസ്കാരത്തിൽ അശ്രദ്ധയുണ്ടാവുക എന്ന് ഈ ആയത്തിൽ നിന്ന് കിട്ടും. ഏതായത്ത്? അറഅയ്ത സൂറത്തിൽ നിന്ന് കിട്ടും. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, നബിയെ ദീനിനെ കളവാക്കുന്ന ആൾ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? അതാണ് അതിൻ്റെ അർത്ഥം. അറഅയ്ത, നിങ്ങൾ കണ്ടിട്ടില്ലയോ? അല്ലദീ, ഒരു ചങ്ങായിനെ, യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്ന ഒരു ചങ്ങായിയെ നബിയെ നിങ്ങൾ കണ്ടിട്ടില്ലയോ? ഫദാലികല്ലദീ യദുൽ യതീം, അവൻ യതീമിനെ ആട്ടിവിടുന്നവനാകുന്നു. 1. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, മിസ്കീനിൻ്റെ ഭക്ഷണത്തിൽ അവകാശമില്ലാത്തവനാകുന്നു. 2. നല്ല ശ്രദ്ധിച്ചോളിട്ടോ, ആർക്കാണ് നിസ്കാരത്തിൽ അശ്രദ്ധ വരാന്ന് ശരിക്ക് ഈ സൂറത്തുനിന്ന് കിട്ടും. നബിയെ ദീനിനെ കളവാക്കുന്നവൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഫദാലികല്ലദീ യദുൽ യതീം, 1 യതീമിനെ ആട്ടിവിടുന്നവനാകുന്നു. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, മിസ്കീനിൻ്റെ ഭക്ഷണത്തിൽ അവകാശമില്ലാത്തവനാകുന്നു. ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ,
അല്ലദീനഹും യുറാഊൻ ജനങ്ങൾ കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവനാകുന്നു. വയംനഊനൽ മാഊൻ നിത്യോപയോഗ വസ്തുക്കൾ തടഞ്ഞു വെക്കുന്നവനാകുന്നു. ആർക്കാ നിസ്കാരത്തിൽ അശ്രദ്ധ വരാന്ന് അതിന് കിട്ടും. ഒന്നുകൂടി പറഞ്ഞുതരാം. നബിയെ ദീനിനെ കളവാക്കുന്നവൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഫദാലിക്കല്ലദീ യദുൽ യതീം ഒന്ന് യതീമിനെ ആട്ടിവിടുന്നവനാണ്. വലാ യഹുല്ലു അലാ ത്വാമിൽ മിസ്കീൻ മിസ്കീനിന്റെ ഭക്ഷണത്തിൽ അവകാശമില്ലാത്തവനാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ ആളുകൾ കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരാണ്. വയംനഊനൽ മാഊൻ വീട്ടുപകരണങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ തടഞ്ഞു വെക്കുന്നവരാണ്. 4 ആൾക്കാർക്കാണ് നിസ്കാരത്തിൽ അശ്രദ്ധ വരിക. 1 യത്തീമിനെ സംരക്ഷിക്കാത്തവൻ, യത്തീമിനെ ആട്ടിവിടുന്നവൻ. 1 യത്തീമിനെ ആട്ടിവിടുന്നവൻ. 2 മിസ്കീനിന്റെ ഭക്ഷണത്തിൽ അവകാശമില്ലാത്തവൻ. ഫക്കീറിന് കൊടുക്കാൻ പ്രചോദനമില്ല, മിസ്കീനിന് കൊടുക്കാനാണ് പ്രചോദനമുള്ളത്. ഫക്കീറിന് കൊടുക്കൽ നിർബന്ധമുണ്ട് സക്കാത്ത്, പക്ഷെ സ്വതക്ക ഫക്കീറിന് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. മനുഷ്യന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഞാനീ പറയണത് എന്ന് വിചാരിക്കട്ടെ. സക്കാത്ത് നിർബന്ധമായ ദാനമാണ്, അത് ഫക്കീറിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വതക്കയോ ഹിബത്തോ ഹദിയോ കൊടുക്കാൻ പറഞ്ഞ സ്ഥലത്തൊന്നും എന്ത് പറഞ്ഞിട്ടില്ല, ഫക്കീറിനെ പറയില്ല. അവിടെയൊക്കെ മിസ്കീനെ പറയുള്ളൂ, അവിടെ ഒന്നും ഫക്കീറിനെ പറയില്ല. എന്തേ? ഫക്കീറല്ല തീരെ ഇല്ലാത്തവൻ ഫക്കീർ തന്നെയാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ 10 ഉറുപ്പ്യൻ്റെ ആവശ്യമുണ്ട്, 1 ഉറുപ്പ്യ ഇല്ലാത്തവനാണ് ആര്? ഫക്കീർ. എന്നാൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ അതല്ല, 10 ഉറുപ്പ്യൻ്റെ ആവശ്യമുണ്ട്, 8 ഉറുപ്പ്യ ഉള്ള ആളാണ് മിസ്കീൻ. പക്ഷേ സ്വതക്ക കൊടുക്കാൻ പറഞ്ഞെടുത്ത് മിസ്കീന് കൊടുക്കാനേ പറയുള്ളൂ. ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞെടുത്ത് മിസ്കീന് കൊടുക്കാനാണ് പറയാ. ഹദിയ കൊടുക്കാൻ പറഞ്ഞെടുത്ത് മിസ്കീന് കൊടുക്കാനാ പറയാ. ഹിബത്ത് കൊടുക്കാൻ പറഞ്ഞെടുത്ത് മിസ്കീന് കൊടുക്കാനാ പറയാ. ഐച്ഛികമായ സുന്നത്തായ മുഴുവൻ ദാനങ്ങളും മിസ്കീനെ പറയുള്ളൂ. ഫക്കീറിന് നിർബന്ധമായും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് സക്കാത്ത്. വേറെയുള്ളവർക്കൊക്കെ എന്താ വ്യത്യാസം എന്ന് അറിയങ്ങൾ? വ്യത്യാസമുണ്ട്. അത് മനസ്സിലായാലേ മിസ്കീൻ്റെ ഭക്ഷണത്തിലെ അവകാശം എന്താന്ന് കിട്ടുള്ളൂ. വ്യത്യാസമുണ്ട്. എന്താ അറിയങ്ങൾ? ഫക്കീർ എന്ന് പറഞ്ഞാൽ അഭിമാനമില്ലാത്തവനാണ്. മിസ്കീൻ അഭിമാനമുണ്ടാവും. ഓന് ചായ കുടിച്ചിട്ടില്ലെങ്കിൽ, ചോറ് കഴിച്ചിട്ടില്ലെങ്കിൽ ബെൽറ്റിൻ്റെ കണ്ണി ഒന്നുകൂടി ടൈറ്റാക്കിയിട്ട് ഇപ്പുറത്തേക്ക് ഇടുകയുള്ളൂ, കുടിച്ചിട്ടില്ല എന്നൊരാളോട് പറയില്ല. അതാണ് മിസ്കീൻ. ഓനാണ് കൊടുക്കാൻ കൽപ്പനയുള്ളത്. ഫക്കീർ എന്ന് പറഞ്ഞാൽ അഭിമാനം ഉണ്ടാവില്ല, എരന്നിങ്ങനെ നടക്കും. മൻ ഫതഹ അലാ നഫ്സിഹി ബാബം മിനൽ മസ്അലതി ഫതഹ അല്ലാഹു അലൈഹി 70 ബാബം മിനൽ ഫഖർ. ഹബീബുനാ റസൂലുള്ളാഹി. മൻ ഫതഹ അലാ നഫ്സിഹി ഒരാൾ സ്വന്തത്തിൻ്റെ മേൽ തുറന്നാൽ ബാബം മിനൽ മസ്അല എരക്കലിൻ്റെ ഒരു വാതിൽ, സഹായാഭ്യർത്ഥനയുടെ ഒരു വാതിൽ ഒരാൾ സ്വന്തത്തിൻ്റെ മേൽ തുറന്നാൽ ഫതഹ അല്ലാഹു അലൈഹി 70 ബാബം മിനൽ ഫഖർ അള്ളാഹു ദാരിദ്ര്യത്തിൻ്റെ 70 വാതിൽ അവൻ്റെ നേരെ തുറന്നു വെക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. എരക്കണോനെ എക്കാലത്തും എരക്കും. 25 വരുന്നുണ്ട്, നല്ലോണം ആലോചിച്ചോളൂ. എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായിട്ടില്ല BPL കാർഡിന് എന്തിനാണ് അപേക്ഷ കൊടുക്കണതെന്ന്. BPL കാർഡിന് എന്തിനാണ് അപേക്ഷ കൊടുക്കണതെന്ന് എനിക്ക് എത്ര ആലോചിച്ചും മനസ്സിലായിട്ടില്ല. മുതലാളിയാകാനല്ലേ അപേക്ഷ കൊടുക്കേണ്ടത്? ഫക്കീർ ആവാൻ അപേക്ഷ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ദരിദ്രനാണെന്ന് സ്ഥിരപ്പെടാൻ അപേക്ഷ കൊടുക്കണോ? ഞാൻ ധനികനാണെന്ന് സ്ഥിരപ്പെടുത്തല്ലേ വേണ്ടുള്ളൂ? നമ്മളെ മനസ്സ് പോലെയാണ് നമ്മളെ ജീവിതം ഉണ്ടാവുള്ളൂ. ഇരക്കണോന് എന്നും ഇരക്കും. അതാണ് വേണ്ടെന്ന് വെച്ച് നോക്കി അള്ളാഹ് വേറെ വാതിലാണ് തുറന്നു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് വാതിൽ അടഞ്ഞിട്ടൊന്നുമില്ല. ഇരക്കണോ എന്നും ഇരന്നുകാണ്ടും അപേക്ഷ കൊടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. മൻ ഫതഹാലാൻ, ഞാൻ പറഞ്ഞതല്ല, മുത്തുനബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹയിന്റെ ഇൽമാണ്, തെറ്റൂല. വഹയിന്റെ ഇൽമാണത്. മൻ ഫതഹാലാ നഫ്സിഹി ബാബം മിനൽ മസ്അല, സഹായാഭ്യർത്ഥനയുടെ ഒരു വാതിൽ ഒരാൾ തൻ്റെ സ്വന്തത്തിൻ്റെ മേൽ തുറന്നാൽ ഫതഹല്ലാഹു അലാ നഫ്സിഹി അലാ ഫതഹല്ലാഹു അലൈഹി 70 ബാബം മിനൽ ഫഖർ, അള്ളാഹു ദാരിദ്ര്യത്തിൻ്റെ ഫക്കീർ തരത്തിൻ്റെ 70 വാതിൽ അവൻ്റെ മുമ്പിൽ തുറന്നു വെക്കും. കൂടെ പോയാലും ദാരിദ്ര്യം ഉണ്ടാവുള്ളൂ. എന്തേ ദരിദ്രവാസി എന്നും ദരിദ്രവാസിയായതിൻ്റെ പിന്നിലെ കാരണം?
ഓനെന്താ ഒന്ന് വലുതായി ചിന്തിച്ചാൽ, ഓനെന്താ ഒന്ന് നേരങ്ങത്തിൽ ചിന്തിച്ചാൽ, അപ്പോൾ ഫക്കീറിന് കൊടുക്കുക എന്ന് പറഞ്ഞത് പ്രചോദനം നൽകപ്പെട്ടില്ല. അതേസമയത്ത് മിസ്കീന് കൊടുക്കാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അതെന്താ കാര്യം? മിസ്കീനെ മനസ്സിലാവാൻ ശേഷം പ്രയാസം ഉണ്ടാവും. ഓൻ്റെ ബുദ്ധിമുട്ട് ഓനെ അറിയുള്ളൂ, വേറെ ആരും അറിയില്ല. ഓനെ മനസ്സിലാക്കിയെടുക്കാൻ ശേഷം പ്രയാസം ഉണ്ടാവും. മറ്റോ അങ്ങനെ വരും വരി നിന്നിട്ട്, അപ്പം അങ്ങനെ 10 എടുത്തു കൊടുത്തിട്ട് വരി ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടാൽ മതി. മിസ്കീനെ കണ്ടുപിടിക്കാൻ ശേഷം പണി ഉണ്ടാവും. ഓന് കൊടുക്കാനാണ് അമ്രുള്ളത്. ഓനെ തെരഞ്ഞു പിടിച്ച് കൊടുക്കണോനെ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുമെന്ന്. അല്ലാത്തവൻ സാഹു നിസ്കാരം നിസ്കരിക്കാൻ. നിസ്കാരത്തിൽ അശ്രദ്ധ വരുന്ന രണ്ടാം വിഭാഗം വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ, മിസ്കീൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹല്ല് അവകാശമില്ലാത്തവരാകുന്നു. അതുകൊണ്ട് മിസ്കീനെ പരിഗണിക്കണം, നിസ്കാരത്തിൽ ഖുശൂ കിട്ടും. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കാരക്കാരായ ചിലർക്ക് വൈൽ എന്ന നരകമുണ്ട്, വൈൽ എന്ന ചെരുവുണ്ട്. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാകുന്നു. അല്ലദീന ഹും യുറാഊൻ, ജനങ്ങൾ കാണാൻ വേണ്ടിയാണ് അവർ ഇബാദത്ത് ചെയ്യുക. ഇബാദത്ത് ജനങ്ങൾ കാണലും കാണാൻ വേണ്ടി ചെയ്യലും രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നല്ല. സക്കാത്ത് കൊടുക്കുന്നത് ആൾക്കാർ കണ്ടോട്ടെ, ഒരു കുഴപ്പമില്ല. നിസ്കരിക്കുന്നത് ആൾക്കാർ കണ്ടോട്ടെ, ഒരു കുഴപ്പമില്ല. കാണാൻ വേണ്ടി നിസ്കരിച്ചലാണ് കുഴപ്പം. കാണാൻ വേണ്ടി കൊടുക്കലാണ് കുഴപ്പം. കാണാൻ വേണ്ടി ഫേസ്ബുക്കിൽ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് എന്തിനാണ് റൗള ഷരീഫിൻ്റെ അടുത്ത് എന്നിട്ട് സലാം പറയുമ്പോൾ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്നിട്ട് ഫേസ്ബുക്കിലിടാം? എന്തിനാണ്? ചെയ്യണത് ആൾക്കാർ കാണൽ വേറെയും കാണാൻ വേണ്ടി ചെയ്യൽ വേറെയാണ്. നിസ്കരിക്കണത് ഫർളായ ഇബാദത്ത് ചെയ്യണത് ആൾക്കാർ കണ്ടാൽ ഒരു കുഴപ്പമില്ല, കാണണം. ഫർളായ എല്ലാ ഇബാദത്തും പരസ്യമായിട്ടാണ് ചെയ്യേണ്ടത്. ഫർളായ നിസ്കാരം പരസ്യമായിട്ട് തന്നെ നിസ്കരിക്കേണ്ടത്. ഫർളായ ജുമാ പരസ്യമായിട്ട് തന്നെ നിസ്കരിക്കേണ്ടത്. ഫർളായ നോമ്പ് പരസ്യമായിട്ട് തന്നെ ഒരു കുഴപ്പമില്ല. ഫർളായ ഹജ്ജ് എല്ലാവരോടും പറഞ്ഞിട്ട് ഞാൻ ഹജ്ജിന് പോകുമെന്ന് പറഞ്ഞിട്ട് തന്നെ പോകണ്ടേ, അത് തന്നെയാണ് വേണ്ടത്. ഫർളായ സക്കാത്ത് എല്ലാവരും അറിയിച്ചുകൊണ്ട് തന്നെ ചെയ്യേണ്ടത്. സുന്നത്തുകളാണ് ആരും കാണാതെ ചെയ്യേണ്ടത്. വലത്തെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ ഇടത്തെ കൈ അറിയരുത് എന്ന് പറഞ്ഞത് സുന്നത്തായ സ്വതക്കാണ്, അല്ലാതെ സക്കാത്തല്ല. സ്വകാര്യത്തിൽ കൊടുക്കേണ്ട സക്കാത്ത് അത് പരസ്യമായിട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെന്താ? ചെയ്യുന്നത് ആളുകൾ കാണലും കാണാൻ വേണ്ടി ചെയ്യലും രണ്ടാകുന്നു. അത് രണ്ടും ഒന്നല്ല. കാണാൻ വേണ്ടി ചെയ്യാൻ പാടില്ല, അവന് ഖുശൂ ഉണ്ടാവില്ല, അവൻ സാഹു നിസ്കാരമായിരിക്കും നിസ്കരിക്കുക. വീട്ടിൽ നിന്ന് ളുഹ്ർ നിസ്കരിക്കാൻ 3 മിനിറ്റ്, പള്ളിയിൽ നിന്ന് ളുഹ്ർ നിസ്കരിക്കാൻ 5 മിനിറ്റ്. പള്ളിയിൽ നിന്ന് എടുത്ത എടുത്ത 2 മിനിറ്റ് ആർക്കുള്ളതാ? അവിടെ നോക്കി നിന്ന് ഖുർആൻ ഓതുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും. കാണാൻ വേണ്ടി ചെയ്യലും ചെയ്യുന്നത് കാണലും ഒരുപോലെ അല്ല. ചെയ്യണത് ആര് കണ്ടാലും ഒരു കുഴപ്പമില്ല, കാണാൻ വേണ്ടി ചെയ്യണത് കുഴപ്പമാണ്. നിസ്കാരത്തിൽ ഖുശൂ നഷ്ടപ്പെടും, അവൻ സാഹു നിസ്കാരമാകും, നിസ്കാരത്തിൽ അശ്രദ്ധ വരും. അശ്രദ്ധ എന്ന് പറയുമ്പോൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അശ്രദ്ധ മാത്രമല്ല കേട്ടോ. നിസ്കാരം അന്ന് ദൂരെ നിസ്കരിച്ചില്ലല്ലോ, ഞാൻ മറന്നു, അങ്ങനെ ആകുന്നു. അതും നിസ്കാരത്തിൽ അശ്രദ്ധയാണ്. നിസ്കരിച്ചപ്പോൾ പുട്ടച്ചോടം ചെയ്തു എന്നുള്ളതല്ല, അതും ഒരു അശ്രദ്ധ തന്നെയാണ്. തക്ബീർ കെട്ടിയേക്കിന് മുമ്പ് പുട്ടച്ചോടം തുടങ്ങി, അതൊരു അശ്രദ്ധയാണ്. അത് മാത്രമല്ല അശ്രദ്ധ, ഇന്നലെ നിസ്കരിക്കാൻ മറന്നുകാണ്ടാണ്ട് ഉറങ്ങി, നേരം വെളുത്ത് തുണന്നപ്പോഴാണ് പടച്ചോനെ ഇന്നലെ നിസ്കരിച്ചില്ലല്ലോ, കാലിൻ്റെ വേദന കൂടിയപ്പോൾ ഞാൻ അറിയാതെ ഉറങ്ങിയതാണല്ലോ. അതും സാഹുവിനാണ്, അതും അശ്രദ്ധയാണ്. അതും ഇല്ലാതിരിക്കണമെങ്കിൽ ഈ കാര്യം സൂക്ഷിക്കണം, 4 കാര്യം സൂക്ഷിക്കണം. വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. നിത്യോപയോഗ വസ്തുക്കൾക്കാണ് മാഊൻ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അത് തടഞ്ഞു വെക്കുന്നവർക്ക് നിസ്കാരത്തിൽ ഖുശൂ കിട്ടൂല, സാഹു നിസ്കാരമായിരിക്കും. എടീ മാളോ നിങ്ങളെ കത്തിയൊന്നും തന്നാണീ എന്ന് പറഞ്ഞാൽ, അല്ലാ ഇന്ന് രാവിലെയാണ് കത്തിൻ്റെ പിടിയാണ് മുറിഞ്ഞത്.
ഇവൾ ചോദിക്കാൻ കാത്തിക്കായിരുന്നു മറ്റോളെ പിടിമുറിയാനേ. നിസ്കാരത്തിൽ ഖുശൂ കിട്ടൂല, വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതന്നെ അവിടെ ഉപ്പ് കൊടുന്ന് വെച്ചുണ്ടോ, അല്ലാ അന്ന് ഉച്ചക്കാണ് ഉപ്പാണ് തീർന്നത്. ചിരിച്ചണ്ട. അങ്ങാടി പോയി നമ്മൾ അറഫയെ പോയിട്ട് കൈക്കോട്ട് വാങ്ങാണെന്ന് വിചാരിച്ചോളി, കൈക്കോട്ട്. അപ്പോൾ അറഫക്കാരൻ പറഞ്ഞു, അറഫ എന്നിപ്പോൾ അറിയണൊരു പേര് പറഞ്ഞു എന്നല്ലോ കേട്ടോ, കമ്മീഷനൊന്നുമില്ല, പറയാൻ ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഈ കൈക്കോട്ടുണ്ട്, ഇതിന് നിങ്ങളെ പേരയത്തെ അത്യാവശ്യ ഉപയോഗത്തിനാണെങ്കിൽ ഇത് 350 ഉറുപ്പ്യാണ്, അത് കൊണ്ടുപോയിക്കോളി. അല്ല ഒന്ന് നല്ല ആഞ്ഞു കൊത്തണമെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യം നല്ല കാര്യമായിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മറ്റേത് അതായത് 450 ഉറുപ്പ്യാണ്, അത് കൊണ്ടുപോയിക്കോളി. അപ്പം നമുക്കിങ്ങനെ ആലോചിക്കും, നമുക്കിപ്പോൾ നമ്മളെ വരയത്തെ അത്യാവശ്യം കാര്യം കോഴി എവിടെയെങ്കിലും അപ്പിട്ടാലും ഒന്ന് കോരിടാനൊക്കെ അല്ലേ, അതിനിപ്പോൾ ഒരു 350ൻ്റെത് മതിയായി. അങ്ങനെ ആലോചിക്കാം, 450 വാങ്ങുക, അയൽവാസികൾ ആരെങ്കിലും ഇപ്പോൾ ഒരു കൈക്കോട്ടിൻ്റെ കാര്യത്തിന് വന്നാൽ ഓൽക്കും കൊടുക്കാലോ എന്ന് വിചാരിച്ച് 450ൻ്റെ കൈക്കോട്ട് വാങ്ങിയാൽ നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇഞ്ഞും നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ ഒട്ടും മനസ്സിലാവില്ല കേട്ടോ. അല്ല ഇഞ്ഞിതിപ്പോൾ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവില്ല. ഈ പറഞ്ഞത് ഇതാണ്, ഏത്? വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾ തടഞ്ഞു വെക്കുന്നവർ നിസ്കാരത്തിൽ അശ്രദ്ധയുള്ളവരായി തീരും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. കിണറ്റിലെ വെള്ളം ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ, സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ വസ്തുക്കൾ. ഞാൻ ഇതിന് വലിയ ദർജ ഉണ്ട്, അത് ചെറിയ ദർജയിലുള്ള പറഞ്ഞതാണ്, വലിയ ദർജ ഉണ്ട്. എന്തേ? അരിക്ക് വില കൂടാൻ വേണ്ടി അരി പൂഴ്ത്തി വെക്കുക, ഗോതമ്പ് വില കൂടുമ്പോൾ വിൽക്കാൻ വേണ്ടി ഗോതമ്പ് പാത്ത് വെക്കുക, നിത്യോപയോഗ സാധനങ്ങൾ വില കൂടുമ്പോൾ വിൽക്കാൻ വേണ്ടിയിട്ട് പാത്ത് വെക്കുക. നിസ്കാരത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. ഓൻ സുബീകരിക്കൂല, ഉറപ്പാ. അങ്ങനത്തെ സുബീകരിക്കൂല. നിത്യോപയോഗ സാധനങ്ങൾ തടഞ്ഞു വെക്കുന്നവൻ നിസ്കാരത്തിൽ അശ്രദ്ധനായി തീരുമെന്ന് ഈ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഖുശൂ ഉള്ള നിസ്കാരം ഉണ്ടായിരിക്കണം. അതിന് 4 കാര്യങ്ങൾ സൂക്ഷിക്കണം. ജനങ്ങൾ കാണാൻ വേണ്ടി നിസ്കരിക്കരുത്, നിത്യോപയോഗ വസ്തുക്കൾ തടഞ്ഞു വെക്കരുത്, യതീമിനെയും മിസ്കീനിനെയും പരിഗണിക്കണം. 4 കാര്യങ്ങൾ ഉണ്ടായാൽ നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവും. ഈ ഉമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത്, നമ്മളതിൽ ശ്രദ്ധയുള്ള ആൾക്കാരാവണം. സഹാബത്ത് റളിയല്ലാഹു അൻഹും അതിൽ വലിയ ശ്രദ്ധയാണ് കാണിച്ചിരുന്നത്. അവരിൽ നിന്നാണ് നമ്മൾ മാതൃക സ്വീകരിക്കേണ്ടത്. അവരാണ് നമ്മുടെ മുൻഗാമികളെന്ന് പറയുന്നത്. അവരാണ് നമുക്ക് മാതൃക നൽകി നടന്നു പോയിട്ടുള്ളത്. നമുക്കിപ്പോൾ ചെറിയൊരു കാരണം കിട്ടിയാൽ മതി കസാലയിലും കരിച്ചാൻ, ചെറിയൊരു കാരണം കിട്ടിയാൽ മതിയല്ലോ. നമ്മളെ സമസ്തൻ്റെ ഖജാൻജി ഉണ്ടായിരുന്നു പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ. പാറന്നൂർ ഉസ്താദ് എന്ന് പറയുന്ന പാറന്നൂർ PP ഇബ്രാഹിം മുസ്ലിയാർ, സമസ്തയുടെ പ്രസിഡന്റ്. നീച്ച് നിൽക്കാൻ വയ്യാത്ത സമയത്ത് മൂപ്പരെ സന്ദർശിക്കാൻ ചെന്ന ആളുകൾ പറയുന്നുണ്ട്, ഒരു കയറിങ്ങനെ കെട്ടിക്കുകയാണ്, മേലെന്ന് ഉക്കുമെന്നൊരു കയറിങ്ങനെ ഇട്ടിക്കുകയാണ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയറിങ്ങനെ തൂക്കിയിട്ടിക്കുകയാണ്. എന്നിട്ട് അയിമ അങ്ങനെ തൂങ്ങി നിന്നിട്ടാണ് നിസ്കരിക്കുക. നിൽക്കാൻ വയ്യായിട്ടേ ഞമ്മക്ക് ചെറിയരലുമ്മ വെച്ചുത്തിയ മുറി, അതിന് കസാല. അത് ഞാൻ പിന്നെ ഹറമിലൊക്കെ അങ്ങനെ കണ്ടതെന്ന്. ഹറമിൽ പല നാട്ടുകാരുണ്ട്, വിവരമുള്ളവരും ഉണ്ട്, വിവരമില്ലാത്തവരും ഉണ്ട്, നല്ലോണം വിവരമുള്ളവരും ഉണ്ട്, തീരെ വിവരമില്ലാത്തവരും ഉണ്ട്, പല ആൾക്കാരും ഉണ്ട് അവിടെ. അത് കണ്ടുകാണ്ട് വന്നാണ്ട് വെറുതെ വെജാത്തനെ പറ്റിയിട്ടല്ല കേട്ടോ ഈ പറയണത്. വെയ്ക്കണുണ്ടല്ലോ, പാടത്ത് വരമ്പ് വെക്കാൻ വെയ്ക്കും, നിക്കരിച്ചുമ്പോൾ കസാര കൈക്കോട്ടുണ്ടേ വരമ്പ് എത്താനൊക്കെ വെക്കും മൂപ്പർക്ക്. നിക്കരിച്ചാൽ വന്നാൽ വേദന, കസാല വലിച്ചിട്ട് കണ്ട്. സുന്നത്തുക്കാരത്തെ പറ്റിയിട്ടും അല്ല ഈ പറഞ്ഞത്. സുന്നത്ത് വെയ്ക്കണ ആൾക്കും ഇരുന്ന് നിസ്കരിക്കാം. ഫർള് നിസ്കാരം എങ്ങനെ വെയ്ക്കുക വെച്ചാൽ വെയ്ക്കുമ്പോൾ ഒന്ന് നിന്ന് നിസ്കരിച്ചാൽ നമ്മൾ ശ്രമിച്ചാൽ അത്ര നന്നു. മടി, ഇതിനൊക്കെ നമ്മൾ ആനുകൂല്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് ശരിക്ക്. ഇതിനൊക്കെ ആനുകൂല്യങ്ങൾ. നമ്മളെ നേതാവാണ് പാറന്നൂർ ഇബ്രാഹിം മൗലവി പറഞ്ഞ ആൾ, സമസ്തൻ്റെ ഖജാൻജി. സമസ്തൻ്റെ അഭിമാനം പറഞ്ഞിട്ടാണ് നമ്മൾ നടത്തലേ. നമ്മളെ ഖജാൻജി ആയിരുന്ന പാറന്നൂർ ഉസ്താദ്, അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. വഫാത്തിൻ്റെ തൊട്ട് മുമ്പ് വരെയും നീച്ച് നിൽക്കാൻ വയ്യായിട്ട് കയറുമങ്ങനെ തൂങ്ങി നിന്നിട്ടാണ് നിൽക്കരിച്ചിരുന്നത്. ഓല മധുവും പറഞ്ഞെടുക്കണ നമ്മളെ ചെറിയരലുമ വെച്ചുത്തി മുറിയായതിന് കസാല വലിച്ചിട്ട് കണ്ട് ഇരുന്നാലേ ഒടുക്കെത്തും. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തറാവീക്ക് ഇരുന്നോളി, സുന്നത്തിന് ഇരുന്നോളി. ഫർള് നിസ്കാരം നിന്നുങ്ങാണ്ട് നിക്കരിച്ചാൽ വെയ്ക്കണോൻ അങ്ങനെ തന്നെ. അല്ലെങ്കിൽ ഏതാ വെയ്ക്കാത്ത വെച്ചാൽ വെയ്ക്കാത്തതിനിരിക്കാം.
സുജൂദക്ക് പോകാൻ വെച്ചെങ്കിൽ അതിന് മാത്രം ഇരിക്കാം, റുക്കൂ വെച്ചെങ്കിൽ അതിന് മാത്രം ഇരിക്കാം, സലയിൽ ഇരിക്കാം, വെയ്ക്കാത്തതിന് ഇരിക്കാം എന്നുള്ളതല്ലാതെ മൊത്തത്തിൽ ഇരുന്ന് നിസ്കരിക്കുക എന്നുള്ള ഒരു സമീപനം സ്വീകരിക്കരുത്. എനിക്ക് വെയ്യാന്ന് തോന്നിയാൽ പിന്നെ വെയ്ക്കൂല, എനിക്ക് വെയ്ക്കുമെന്ന് തോന്നിയാലേ വെയ്ക്കുള്ളൂ. വെജ്ജാന്ന് തോന്നിയൊരു കാര്യത്തിൽ നമുക്ക് പിന്നെ വെയ്ക്കൂല. അതുകൊണ്ട് നമുക്ക് വെയ്ക്കുമെന്ന് തോന്നണം. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരാൾക്ക് എത്ര ശ്രദ്ധയുണ്ടോ അതാണ് ഈമാൻ്റെ കാര്യത്തിലെ ശ്രദ്ധ എന്ന് പറയുന്നത്. ഈമാൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലെ ശ്രദ്ധയാണ്. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ആരുടെയെങ്കിലും വാതിലിൻ്റെ അരികിലൂടെ, നിങ്ങളിൽ ആരെങ്കിലും ഒരാളുടെ വാതിലിൻ്റെ അരികിലൂടെ ഒരു നല്ല ശുദ്ധജലമുള്ള നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളിൽ നിന്ന് ഒരാൾ ആ നദിയിൽ ദിവസവും 5 പ്രാവശ്യം കുളിക്കുകയാണെങ്കിൽ അവൻ്റെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ? സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ, ബാക്കിയാവൂല. എന്നാൽ അതുപോലെയാണ് 5 നേരത്തെ നിസ്കാരം എന്ന് ഹബീബുന റസൂലുള്ളാഹി. ഇനി സുന്നത്ത് നിസ്കാരം. ഫർള് നിസ്കാരത്തിലുള്ള എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനാണ് സുന്നത്ത് നിസ്കാരം. എന്തെങ്കിലുമൊക്കെ പോരായ്മ ഫർദിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി സുന്നത്ത് നിസ്കരിക്കണം. മിനിമം സുന്നത്തെങ്കിലും നമ്മൾ നിസ്കരിക്കണം. മിനിമം സുന്നത്ത് 10 റക്അത്ത് റവാത്തിബ് സുന്നത്ത്. ളുഹറിൻ്റെ മുമ്പ് 2, ളുഹറിൻ്റെ ശേഷം 2, അസറിൻ്റെ മുമ്പ് 2, മഗ്രിബിൻ്റെ ശേഷം 2, ഇശാഇൻ്റെ ശേഷം 2. അസറിന് മുമ്പില്ല. ളുഹറിൻ്റെ മുമ്പ് 2, ളുഹറിൻ്റെ ശേഷം 2, മഗ്രിബിൻ്റെ ശേഷം 2, ഇശാഇൻ്റെ ശേഷം 2, സുബഹിയുടെ മുമ്പ് 2. മിനിമം 10 റക്അത്ത് സുന്നത്തെങ്കിലും നമ്മൾ നിസ്കരിക്കണം. 1 റക്അത്തെങ്കിലും വിത്ർ നിസ്കരിക്കണം. 3 നല്ലത്, ഇല്ലെങ്കിൽ 1 നിസ്കരിക്കണം. അങ്ങനെ മിനിമം സുന്നത്തുകൾ. അൽ വിത്റു ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിം എന്നാണ്. നമ്മളെ മദ്ഹബിൽ വിത്ർ നിസ്കാരം മുഅക്കദായ സുന്നത്ത്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹുവിൻ്റെ അഭിപ്രായത്തിൽ വിത്ർ നിസ്കാരം വാജിബ്. അബൂ ഹനീഫ ഇമാമിൻ്റെ അഭിപ്രായത്തിൽ വാജിബും ഫർദും 2ആണ്, 1അല്ല. നമ്മളെ മദ്ഹബിൽ വാജിബും ഫർദും 1ആണ്. വാജിബ് എന്ന് പറഞ്ഞാലും ഫർദ് പറഞ്ഞാലും നമുക്ക് 1ആണ്. അബൂ ഹനീഫ ഇമാമിൻ്റെ അഭിപ്രായത്തിൽ ഫർദ് വേറെയും വാജിബ് വേറെയാണ്. അതുകൊണ്ട് നിസ്കാരം, ഫർദ് നിസ്കാരങ്ങൾ ഫർദാണ്, വിത്ർ വാജിബാണ്, എന്തായാലും ചെയ്തിരിക്കേണ്ടതാണ്. ഫർദിൻ്റെ അത്ര തന്നെ ഇല്ലാത്ത നിർബന്ധം എന്നാണ് വാജിബിൻ്റെ അർത്ഥം. അതുകൊണ്ട് 1 റക്അത്തെങ്കിലും ചുരുങ്ങിയത്, എന്നും 1 റക്അത്താക്കൽ കറാഹത്താണ്. ഇടയ്ക്കൊക്കെ 3 റക്അത്ത് നിസ്കരിക്കണം. അങ്ങനെയെങ്കിലും നമ്മൾ മിനിമം സുന്നത്തുകളെങ്കിലും നിസ്കരിക്കുന്നവരായിരിക്കണം. അപ്പം നമ്മളെ ഫർദിലുള്ള എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും. ഓരോ കൊല്ലം കഴിയും തോറും നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തുകളിൽ മാറ്റം വരണം. അപ്പോൾ ഇക്കൊല്ലത്തെ റമദാനിൽ ഒരു പുതിയ മാറ്റത്തിന് തീരുമാനിക്കണം. ഞങ്ങളോട് പറഞ്ഞു, തഹജ്ജുദ് നിസ്കാരം തുടങ്ങാൻ പറ്റിയ മാസമാണ് റമദാൻ മാസം. എന്തായാലും നമ്മൾ സുബഹിൻ്റെ മുമ്പ് നീക്കും. ഈ റമദാനിലാണ് തുടങ്ങിയവർ ഒളു ദായിമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം ഈ റമദാൻ ഷരീഫ് കൊണ്ട് നമുക്കുണ്ടായാൽ ആയുസ്സിലെ 1 കൊല്ലം മുതലായി. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ആയുസ് ഇങ്ങനെ പോകും. ഒരു പുതിയ റമദാൻ വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ ആയുസ്സൊന്നൊരു കൊല്ലം പോകുക എന്നാണ് അതിൻ്റെ അർത്ഥം. മാറുന്നു മാസങ്ങൾ, കൊല്ലങ്ങളാഴ്ച, ഗടികൾ കണക്കേ നിൻ ആയുസ്സിൻ തീർച്ച. വാച്ചിൽ സൂചി പോകും പോലെ ആയുസ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചയിലേക്ക് 7 ദിവസം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചയിലേക്ക് ആകെ ഒരാഴ്ചയേ ഉള്ളൂ. ഇന്നലെയും വെള്ളിയാഴ്ചയാണ്, ഇന്നും വെള്ളിയാഴ്ചയാണ്, നാളെയും വെള്ളിയാഴ്ചയാണ്, എന്നും വെള്ളിയാഴ്ചയാണ്. തുണികുപ്പായം തിരുമ്പാൻ നേരമില്ല, കുളിക്കാൻ നേരമില്ല, നഖമുറിക്കാൻ നേരമില്ല, ഒന്നിനും നേരമില്ല. ഇങ്ങനെ വാച്ചിൻ്റെ സൂചി പോലെ കാലഘട്ടം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കുറച്ചാലേ ഉള്ളൂ. ഉള്ള കാലം ആബിദീങ്ങളായി, ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഈമാനുള്ള മുഅ്മിനീങ്ങളായി, ഈ കാലഘട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ള മുത്തഖീങ്ങളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൽ തവക്കുലായി വർദ്ധിച്ച സബറോടുകൂടി നമ്മളെല്ലാവരും ജീവിക്കണം. കുട്ടികളുടെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധയുള്ളവരാവണം. അവനാൻ്റെ മക്കളെ അവനാൻ തന്നെയാണ് നോക്കേണ്ടത് എന്നൊരു ഓർമ്മ നമുക്കുണ്ടാവണം. മക്കൾക്ക് വേണ്ടി എല്ലാവരും നല്ലോണം മനസ്സറിഞ്ഞ് ദ്വാരക്കണം. നിസ്കാരത്തിന് ശേഷവും അല്ലാതെയും തഹജ്ജുദിൻ്റെ ശേഷവും
ഇമ്മാൻ്റെയും വാപ്പാൻ്റെയും ദുആൻ്റെ അത്ര മക്കൾക്ക് ഉപകാരമുള്ള മറ്റു ദുആകളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് വേണ്ടി നല്ലോണം ദ്വാരക്കണം. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിടിയിൽ സമൂഹം അമർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ സങ്കടം പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മളെ കുട്ടികളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ശ്രദ്ധിക്കണം. ഒരു നോട്ടം എപ്പോഴും ഉണ്ടായിരിക്കണം. ഏത് വലിയ ആളെ കുട്ടിയാണെങ്കിലും കേടുവരാൻ ഒരു ചെറിയ കൂട്ടുകെട്ട് കേടെന്നാലും മതിയാവും. അതുകൊണ്ട് നമ്മളെ കുട്ടി വലുതന്നെയാണെങ്കിലും ശ്രദ്ധിക്കാതിരിക്കാൻ അത് കാരണമാകരുത്. പ്രണയത്തിൻ്റെ പ്രേമത്തിൻ്റെ പിടിയിൽപ്പെട്ടുകൊണ്ട് ഇന്ന് സമൂഹം വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അമുസ്ലിങ്ങളുടെയും അല്ലാത്തവരുടെയും കൂടെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവസാനം വിരൽ കടിക്കേണ്ട ഒരു സന്ദർഭം വരാതിരിക്കാൻ വേണ്ടി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയൊക്കെ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധയുള്ളവരായിരിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാഫിയായ ഇൽമ നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ.